ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് മൾട്ടിപ്ലെയർ സീരീസിൻ്റെ എപ്പിസോഡ് 8 ആയിട്ടാണ്. 8ാമത്തെ എപ്പിസോഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗായ്സ് ഒരു ചെറിയൊരു ട്രീ ഫാം. ഓട്ടോമാറ്റിക് ഇതുവരെ ഉണ്ടാക്കാനുള്ള സിസ്റ്റം ഒന്നും നമ്മളടുത്തില്ല, സാധനങ്ങളൊന്നുമില്ല. ബട്ട് നമ്മൾ കടലായിട്ട് ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഷുഗർ കെയിൻ ഫാം ഇതാ വർക്ക് ചെയ്യുന്നുണ്ടെന്നല്ല, ഞാൻ തന്നെ മാനുവലായിട്ട് ചെയ്തിട്ട് റെഡി ആകുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഷീപ്പ് ഫാം പോയി നോക്കാം. പക്ഷെ എൻ്റെ മോനെ 2 സ്റ്റേപ്പ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയ ഗൗ ഫാമാണ്. അപ്പുറം വീറ്റ് ഫാം. ഓക്കെ, വീറ്റ് ഇതിൽ കൊടുത്ത് റെഡിയാക്കണം. ഇതാണ് വീറ്റ് ഫാമും പൊട്ടറ്റവും വീറ്റും കൂടെ ഉണ്ട്. വീടിൻ്റെ ബാക്കിലാണ് നമ്മൾ ഈ ട്രീ ഫാം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ മാനുവലി ഓട്ടോമാറ്റിക് കുറച്ചുകൂടെ അങ്ങോട്ട് എത്തിയിട്ട് ചെയ്യാം. നമ്മളെന്തായാലും നൈസായിട്ട് ഇവിടെ മൊത്തം ഒന്ന് ഫ്ലാറ്റ് ആക്കട്ടെ. അപ്പോൾ ഇവിടെ മൊത്തം ഒന്ന് ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ നമുക്ക് ഈ ക്രാഫ്റ്റിൻ്റെ ഇവിടെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഇവിടെ നമ്മൾ മറ്റേ കോബിൾ സ്റ്റോണിൻ്റെ ഒരു റൗണ്ട് ഉണ്ടാക്കിയിട്ട് 2 ഗ്യാപ്പ് വിട്ടിട്ട് അവിടെയും ഒരു കോബിൾ സ്റ്റോണിൻ്റെ റൗണ്ട് കൂടി ഉണ്ടാക്കണം. ഇവിടെ നിൽക്കും. പിന്നെ ഇതേപോലെ തന്നെ 2 ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വെക്കണം. ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പാറ്റേണിൽ കോബിൾ സ്റ്റോൺ ഇടുക. അതവിടെ 2 ഗ്യാപ്പ് ഇട്ടിട്ട് കുറേ കോബിൾ സ്റ്റോണിൻ്റെ സ്ലാബ് ഇടുക. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ട്രീ വെച്ചിടുക. ഇത് കുറച്ചുകൂടി ഒന്ന് വലുതാക്കണം. ഇത് ഭയങ്കര ചെറുതായി പോയി. ഇത് കുറച്ചുകൂടി ഒന്ന് വലുതാക്കണം ഗായ്സ്. അതാ സൂര്യൻ ഉദിക്കുന്ന നോക്ക് ഗായ്സ്. ബാക്കി കാര്യം ചെയ്യാം. നമ്മളൊന്ന് ജസ്റ്റ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ സ്ലാബ് വെച്ചിട്ട് അവസാനത്തെ 2 സ്ലാബ് വെച്ചു. ഇത്രയും വലിപ്പമുണ്ട്. ഇതിൻ്റെ അകത്തൊരു അത്യാവശ്യം ഒരു 10-20 ട്രീ വെച്ചാൻ പറ്റും ഒരേ സമയം. ഇത് കിട്ടും ഒരു സ്റ്റാക്ക് വുഡ് കിട്ടും. ഒരു പ്രാവശ്യം മൈൻ ചെയ്ത് ഒരു പ്രാവശ്യം മൊത്തം മരം മുറിക്കാൻ വന്നാൽ ഒരു സ്റ്റാക്ക്, കറക്റ്റ് ഒരു സ്റ്റാക്ക്, ഒരു വ്യത്യാസം ഇല്ലാണ്ട് നമുക്ക് കിട്ടും. അങ്ങനത്തെ രീതിയിലാണ് ഉണ്ടാക്കിയത്. ഇനി ചെറിയ പണിയുണ്ട്. മുകളിലും കൂടി കോബിൾ സ്റ്റോൺ വെക്കണം. കോബിൾ സ്റ്റോണിൻ്റെ സ്ലാബ് എന്നാലാണ് വലിയ മരം ഉണ്ടാകാണ്ട് ചെറിയ മരം കിട്ടുക. അതിൻ്റെ ബാക്കി വരുന്ന ഭാഗത്തല്ല ഞാൻ ഒരു വുഡ് വെക്കുക. മരം കുഴിച്ചിടുന്ന ഭാഗത്തല്ലാണ്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഇത് വെച്ച് കൊടുക്കുക. സ്ലാബ് ഒരു രസത്തിന് കാണാൻ, രസത്തിന് ചെസ് ബോർഡുകളുണ്ട് ഇപ്പോൾ കാണാൻ. ഓക്കെ, എൻ്റെ ഇത് മൊത്തം കംപ്ലീറ്റ് വെച്ച് കൊടുക്കാം. ഒരു മണ്ടത്തരം പറ്റിപ്പോയി. ഇത് ഞാൻ ഈ സ്ലാബ് വെക്കാൻ മറന്നു. ഈ സ്ലാബ് വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മരങ്ങളൊക്കെ വളർന്ന് മുകളിലെത്തിപ്പോയി. അറിയാണ്ട് എന്നോട് മരം കുഴിച്ചിട്ട് പോയി. പിന്നെ ആ സ്ലാബ് ഇടാത്ത കാര്യം ഓർമ്മ. അപ്പം ജസ്റ്റ് മരങ്ങളും കാര്യങ്ങളൊക്കെ മുറിച്ച് സെറ്റാക്കണം. ഇതാണ് നമ്മളെ ഫാമും കാര്യങ്ങളും. നമ്മളിത് അത്രയും സ്ലോ ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഫാമൊക്കെ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പോയിട്ട് തന്നെ നല്ല ഫാം ഉണ്ടാക്കാൻ പറ്റും. അത് ഞാൻ വിചാരിക്കുന്നില്ല. എന്തായാലും നല്ല സ്ലോയിലായിരിക്കും വീഡിയോ ഉണ്ടാകുക. പിന്നെ എക്സാമൊക്കെയാണ്, അപ്പോൾ വൈകിട്ടാണ് വരിക. ഇനി എക്സാം കഴിഞ്ഞാൽ ഡെയിലി വീഡിയോ ഇടും. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തൊരു സപ്പോർട്ട് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാം. ലൈക്ക് ചെയ്തൊരു ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്തൊരു ഷെയർ ചെയ്യുക. ഷെയറൊന്നും ചെയ്യേണ്ട, ഷെയർ ചെയ്യാൻ പറയുന്നില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അത് മാത്രം മതി. കണ്ട് കുറച്ച് നേരം കുത്തിരുന്നാൽ ഞാൻ സന്തോഷമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റ.